നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക്. വിൻസിക്കുണ്ടായ ദുരനുഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു. കൈകൊടുത്ത് പിരിഞ്ഞ ഇരുവരും സിനിമയുമായി സഹകരിക്കുമെന്ന് വ്യക്തമാക്കി. ഷൈനെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്ന നിലപാടിലാണ് താരസംഘടനയായ അമ്മയും. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. നവമി, ഈ സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിയുടെ യോഗത്തിൽ എത്തിയപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. വിൻസിക്ക് ഉണ്ടായ വിഷമത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കാമെന്ന് പറയുന്നു. ഭാവിയിൽ ഇത്തരം മോശം പരാമർശങ്ങളോ പെരുമാറ്റമോ ഉണ്ടാകില്ലെന്ന് പറയുന്നുമുണ്ട്. അതായത് അങ്ങനെയെങ്കിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നം പൂർണ്ണമായും ഒത്തുതീർപ്പാക്കി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഏതാണ്ട് ഷൈൻ ടോം ചാക്കോയും വിൻസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ഒതുങ്ങിയ മട്ടാണ്. ഇനി എന്ത് നടപടിയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് സിനിമാ സംഘടനകളിൽ നിന്നും എടുക്കുക എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ഇരുവരും ICCക്ക് മുന്നിൽ എത്തിയത്. ആദ്യം വിൻസിയെ കേട്ടു, പിന്നീട് ഷൈൻ ടോം ചാക്കോയ്ക്കുള്ള വിശദീകരണം കേട്ടു. രണ്ടുപേരും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് ഈ സമിതിക്ക് മുന്നിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇത് ഒന്നിച്ചിരുത്തി സംസാരിച്ചതിൽ നിന്നാണ് വിൻസി പറഞ്ഞത് തനിക്ക് ഷൈനിൽ നിന്നുണ്ടായ ഈ ഒരു വിഷമം, ഇത്തരത്തിലുള്ള ഒരു പരാമർശം അത് തന്നെ വളരെയേറെ വിഷമിപ്പിച്ചു എന്ന്. പക്ഷെ ഷൈൻ പറഞ്ഞത് അതൊരു സൗഹൃദത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്. വിൻസിക്ക് ഇത്രയും വിഷമം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. അതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ഇനി ഇത്തരത്തിൽ തന്റെ ഭാഗത്തു നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടാകില്ല, അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ താൻ ഇനി അതിനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നതിനെ തുടർന്ന് ഇരുവരും കൈകൊടുത്ത് പിരിയുകയായിരുന്നു. ഇനി IC ആണ് ഇനി ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് നോക്കി കാണേണ്ടത്. ഷൈന് തൽക്കാലം ഒരു താക്കീത് മാത്രം കൊടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലാണ് സമിതി എന്തായാലും ഇന്നോടുകൂടി തന്നെ റിപ്പോർട്ട് ഈ സിനിമയുടെ നിർമ്മാതാവിന് കൈമാറും. നിർമ്മാതാവായിരിക്കും പിന്നീട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഈ റിപ്പോർട്ട് കൈമാറുന്നത്. അവിടെ നിന്നായിരിക്കും ഫിലിം ചേംബറിന്റെ പ്രത്യേക കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൈമാറുകയുള്ളൂ. എന്തായാലും ഷൈൻ ടോം ചാക്കോയും വിൻസിയും തമ്മിലുള്ള തർക്കം അത് അവസാനിച്ചിരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഇന്നലെയോടുകൂടി തന്നെ ഇവർ എന്തായാലും അവർക്ക് ഒരു പരസ്പരം ഒരു ധാരണയിൽ എത്തി പിരിഞ്ഞതോടുകൂടി ഇനി മറ്റ് നടപടികളിലേക്കൊന്നും വേണ്ട എന്ന തീരുമാനത്തിലാണ്. വിൻസി തുടക്കം മുതലേ പറഞ്ഞിരുന്നു പോലീസിൽ അടക്കം പരാതി നൽകുവാനോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളുമായിട്ടൊന്നും പോകുവാൻ തനിക്ക് താല്പര്യമില്ല. സിനിമയിൽ നിന്നുണ്ടായ സംഭവമാണ്, അത് സിനിമയിൽ തന്നെ തീർക്കാമെങ്കിൽ അത് മാത്രമാണ് താൻ മുന്നോട്ട് നോക്കുന്നതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിലിം ചേംബറിനും അമ്മയ്ക്കും അടക്കം വിൻസി പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും തന്റെ ഈ പരാതി ചോർന്നതിലുള്ള അതൃപ്തി വിൻസി അലോഷ്യസ് യോഗത്തിന് അറിയിച്ചല്ലോ. അതോടൊപ്പം വിൻസി അലോഷ്യസിന്റെ പരാതിയിലെ ഇന്റേണൽ കമ്മിറ്റി യോഗം ചേർന്ന ആ വേദിയെ സംബന്ധിച്ചൊക്കെ ചില വിവാദം ഉയർന്നിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഈ ഓഫീസിലാണ് യോഗം നടന്നതെന്ന്. ഈ വിഷയത്തിലൊക്കെ സ്വാഭാവികമായി ഇനിയൊരു അന്വേഷണം ഉണ്ടാകുമോ? അതോ ഈ വിവാദം ഈ ഷൈനും വിൻസിയും തമ്മിലുള്ള വിവാദം ഒത്തുതീർപ്പായ സാഹചര്യത്തിൽ ഈ വിൻസിയുടെ പരാതി ചോർന്ന വിഷയവും ഈ യോഗം നടന്ന വേദി സംബന്ധിച്ചുള്ള വിഷയവും അവസാനിക്കേണ്ടതാണോ? അതോ ഈ വിഷയത്തിൽ ഇനിയൊരു അന്വേഷണം ഉണ്ടാകുമോ? ഇതിൽ ഇനി ഒരു പ്രത്യേക അന്വേഷണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അത് എത്രയും വേഗം ഒതുക്കി തീർക്കുക എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് സിനിമാ സംഘടനകൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഷൈനെതിരായിട്ടുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ വിൻസിയുടെ ഈ ഒരു ബുദ്ധിമുട്ടില് ഈ വാർത്ത ചോർന്നതിനുള്ള ബുദ്ധിമുട്ടിലൊക്കെ അത് പറഞ്ഞു തീർക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളിലേക്കൊന്നും പോകുന്നതായി കാണുന്നില്ല. ഇന്നലെ ICയുടെ യോഗം ചേർന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിലാണ്. ഇതൊരു ജുഡീഷ്യറിയുടെ അധികാരമുള്ള ഒരു കമ്മിറ്റി കൂടിയാണ്. ഈ കമ്മിറ്റി ആരോപണ വിധേയൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അത് കളക്ടർക്കും ഒപ്പം പോലീസിനും പരാതി നൽകി അവർക്ക് നടപടിയെടുക്കാനുള്ള ഒരു അധികാരമുണ്ട്. അത്രയും പവറുള്ള ഒരു കമ്മിറ്റിയാണ് ഈ IC എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും സംഘടനകളുടെ സ്വാധീനത്തിൽ വലയത്തിൽ വീഴാൻ പാടില്ല എന്ന് പ്രത്യേകം ഈ പോഷ് ആക്ട് പ്രകാരം പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ ഈ യോഗം നടക്കുമ്പോൾ ചില പ്രൊഡ്യൂസർമാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു സ്വാധീനം ഈ കമ്മിറ്റിക്ക് മേൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലേ എന്നാണ് ഫിലിം ചേംബറിലെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. രാവിലെ മുതൽ തന്നെ ഏകദേശം ഉച്ച സമയം വരെ എവിടെയാണ് ഈ യോഗം നടക്കുന്നതെന്ന് ഫിലിം ചേംബറിലെ അംഗങ്ങൾ പോലും മാധ്യമങ്ങൾക്ക് പോലും
ഈ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നില്ല. കാരണം അത്രയും രഹസ്യമായിട്ടാണ് ഈ ICയുടെ യോഗം ചേരേണ്ടത്. പരാതിക്കാരെയും ആരോപണ വിധേയരെയൊക്കെ വളരെ രഹസ്യമായിട്ടാണ് അവിടേക്ക് വിളിച്ചു വരുത്തി അവരുടെ വിശദീകരണം തേടേണ്ടതെന്നായിരുന്നു. അങ്ങനെയാണ് അതിന്റെ നിയമ നടപടി. പക്ഷേ ഫിലിം ചേംബർ പറയുന്നത് അത്രയും രഹസ്യമായി നടത്തേണ്ട ഒരു സംഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ വെച്ച് നടത്തിയത് ശരിയായി തോന്നുന്നില്ല. ഒരുവിധം അംഗങ്ങളൊക്കെ അതിന് വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പറയാനുള്ളതെന്നും കൂടി കേൾക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസ് തീർച്ചയായും എന്തായാലും തൽക്കാലത്തേക്ക് ഈ വിവാദം അവസാനിച്ചിട്ടുണ്ട്. താൻ ഇനി നന്നാകാം, ഒരു മര്യാദക്കാരനാകാമെന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ അധികൃതരോട്, ഈ കമ്മിറ്റിയോട്, ഇന്റേണൽ കമ്മിറ്റിയോട് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ വിവാദങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ലഹരി കേസുകൾ, 2 ലഹരി കേസുകളുടെ അന്വേഷണമുണ്ട്. ഒന്ന് കൊച്ചിയിൽ നിന്നും പോലീസിനെ കണ്ട് ഇറങ്ങിയോടിയ കേസ്, 2 ആലപ്പുഴയിലെ ലഹരി കേസ്. ഇതിൽ ഈ കൊച്ചിയിലെ ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഷൈൻ ലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുകളൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി ഒരുപക്ഷെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ള ഷൈൻ്റെ മുടി ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനാ ഫലം അനുകൂലമായില്ലെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് എന്തെങ്കിലും തെളിവ്, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്തെങ്കിലും തെളിവ് ലഭ്യമായിട്ടുണ്ടോ നവമി? ടോം, ഇതിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ധൃതിപ്പെട്ട് കേസെടുത്തതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതൃപ്തിയുണ്ടെന്ന തരത്തിലുള്ളൊരു വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്നലെ കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. എങ്കിൽ പോലും ഷൈനെതിരെ തെളിവുകളൊന്നുമില്ല എന്ന തരത്തിലായിരുന്നു കമ്മീഷണറുടെ പരാമർശം. ഇതിൽ അന്ന് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം നിയമോപദേശം തേടിയതിനു ശേഷം കൂടിയാണ് കേസെടുത്തതെന്ന് പറയുമ്പോൾ കൂടിയും അങ്ങനെ ഒരു ധൃതിപ്പെട്ട് തെളിവുകളൊന്നുമില്ലാതെ ഒരു കേസ് എടുക്കണ്ടായിരുന്നു. കോടതിയിൽ എത്തുമ്പോൾ ഇത് തെളിവുകളുടെ അഭാവത്തിൽ ഇത് തള്ളിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ധൃതിപ്പെട്ട് കേസെടുത്തതെന്ന് അറിയില്ല എന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അതൃപ്തി പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. ഇന്നലെ കമ്മീഷണർ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഇന്ന് മറിച്ച് അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തെളിവുകൾ ശേഖരിക്കുമെന്ന് മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഒരു അതൃപ്തി എന്ന് ഇനി നമുക്ക് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. നിലവിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തെളിവുകൾ ശേഖരിക്കുവാൻ പോലീസിനായിട്ടില്ല. ഇപ്പോൾ കയ്യിലുള്ള തെളിവ് ഈ രാസപരിശോധനാ ഫലം വരുമ്പോൾ കിട്ടുന്നത് മാത്രമാണ്. മറ്റൊന്ന് ഈ സാമ്പത്തിക ഇടപാട്, ഈ ലഹരി ഇടപാട് നടത്തുന്നവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് മാത്രമാണ്. ഒപ്പം ഷൈൻ നൽകിയ മൊഴിയും. ഈ ഷൈൻ മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കോടതിയിലേക്ക് പോകുമ്പോൾ പോലീസ് പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമായിരിക്കും. ലഹരിക്ക് വേണ്ടി തന്നെയാണ് ഈ സാമ്പത്തിക ഇടപാട് നടത്തിയതെന്ന് പോലും പോലീസിന് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം മതി ഷൈൻ ടോം ചാക്കോയെ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ മതി എന്നാണ് കമ്മീഷണർ അടക്കമുള്ളവർ ACPമാർക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തെളിവ് ശേഖരിക്കുക എന്നൊരു ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നീങ്ങുന്നത്. വ്യക്തമാണ്. നവമി സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ അകത്ത് പോലും ചെറിയ രീതിയിൽ അതൃപ്തിയുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ഈ കേസിൽ ഇനി തിരിച്ചടി ഉണ്ടാകുമ്പോൾ, നേരത്തെ കൊക്കൈൻ കേസിൽ 2015 കൊക്കൈൻ കേസിൽ കോടതി ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കിയതാണ്. അന്ന് പോലീസിന്റെ ഭാഗത്തുണ്ടായ അന്വേഷണത്തിലെ പിഴവുകളടക്കം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ലഹരി ഉപയോഗിച്ചോ എന്ന് കണ്ടെത്താൻ പോലും പോലീസ് തയ്യാറായില്ല. അതിനപ്പുറം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും പോലീസിനെ കണ്ട് ഇറങ്ങിയോടിയ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തതിന് മുൻപ് പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്.